ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രേഡ് ഹാബ് ലൈവ്. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏത് ടൈം ഫ്രെയിമിലാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസ് ട്രേഡിങ്ങിന് പറ്റിയ സമയം ഏതാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ റീസെൻ്റായിട്ട് നോക്കിക്കാണും, ബാങ്ക് നിഫ്റ്റിയുടെ പ്രൈം മൂവ് നടക്കുന്നത് മാർക്കറ്റ് ഓപ്പണിങ്ങിലാണ്. 9:15 to 10:15 വരെയാണ്, അതായത് 9:15 തൊട്ട് 10:15 വരെയാണ് മാർക്കറ്റിൻ്റെ ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്. അത് കഴിഞ്ഞിട്ട് ഒരു 1 hour ടൈമിൽ ചിലപ്പോൾ മാർക്കറ്റ് കൺസോൾട്ടേഷൻ പോകും, ചിലപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂർ വരെ കൺസോൾട്ടേഷൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ചാൽ മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് കൺസോൾട്ടേഷൻ ആയാലും ഓപ്ഷൻ ബൈങ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് തീരെ മോശമായിട്ടുള്ള സമയമാണ്. ഓക്കെ, അപ്പോൾ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന മാർക്കറ്റ് ഡെഫിനറ്റ്ലി കാലത്ത് 9:15 മാർക്കറ്റ് ഓപ്പൺ തൊട്ട് ഒരു 1 hour വരെ മാക്സിമം ആണ് മാർക്കറ്റ് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുക. അപ്പോൾ നോർമലായിട്ടുള്ള ഒരു മെത്തേഡ് ആൾക്കാർ സ്വീകരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലത്ത് ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള മാർക്കറ്റാണ്, സോ ഭയങ്കര വോളറ്റൈലാണ് മാർക്കറ്റ്. സോ മാർക്കറ്റിൽ നിന്ന് വെളിയിൽ മാറി നിൽക്കുക, എന്നിട്ട് ഒരു 10:15 10:30 ആകുമ്പോഴത്തേക്കും മാർക്കറ്റ് ഒന്ന് സെറ്റിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ ലെവൽസൊക്കെ വരച്ച് വെച്ച് ട്രേഡ് ചെയ്യാമെന്ന് പറയും. ഓക്കെ, സോ ആ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന സ്പീഡിൽ അതിനെ ക്യാച്ച് ചെയ്യാൻ പറ്റാതെ നമ്മൾ ഓപ്ഷൻ ബൈയിൽ പോയി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ ട്രേഡ് ചെയ്താലും നമുക്ക് സ്റ്റോപ്പ് ലോസുകൾ വലുതായിക്കൊണ്ടിരിക്കും. അതുപോലെ റിസ്ക് റിവാർഡ് റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 1:2 1:3 ഒക്കെ പിടിക്കാമെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കറക്റ്റ് എൻട്രി ആണെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ മാർക്കറ്റ് അത്രയും നല്ല മൂവ്മെൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് കാലത്ത് ഒരു 9:15 ആകുമ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്യും, 10:15 വരെ നല്ല പീക്ക് മൂവ്മെൻ്റ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിംഗ് ഫ്ലാറ്റാണ്. പിന്നെ അത് കഴിഞ്ഞ് ഒരു 2 മണി, അതായത് ഒരു 1 മണി 1:30 സമയത്തിന് ശേഷമാണ് മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ് ഉണ്ടാക്കുക. ഓക്കെ, അപ്പം ഏത് ടൈമാണ് നമുക്ക് ട്രേഡ് ചെയ്യേണ്ടത്? എൻ്റെ അഭിപ്രായത്തിൽ 9:15 to 10:15 ആണ്. ഫസ്റ്റ് മാർക്കറ്റ് ഓപ്പണിങ്ങിൻ്റെ 1 hour ആണ് നമുക്ക് മാക്സിമം നല്ല സമയം. അത് കഴിഞ്ഞാൽ മാർക്കറ്റ് സൈഡ് ആവും, പിന്നെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. പക്ഷേ ആ സമയത്ത് എങ്ങനെ ട്രേഡ്സ് പിടിക്കാൻ പറ്റും? സാധാരണ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന ടൈം ഫ്രെയിം, ഏത് ടൈം ഫ്രെയിമിനാണ് ചാർട്ട് നോക്കുന്നത് വെച്ചാൽ 15 മിനിറ്റ് 5 മിനിറ്റ് അങ്ങനെ പല പല കണ്ടീഷൻസ് ഉണ്ട്. 15 മിനിറ്റ് ആണ് ഏറെക്കുറെ ആൾക്കാർ ഇപ്പോൾ യൂട്യൂബ് ലൈവ് ഒക്കെ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ 15 മിനിറ്റ് ക്യാൻഡിലാണ് എല്ലാവരും ട്രേഡ് പറയുക, സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കുക, ഇതെല്ലാം ചെയ്യുന്നതെല്ലാം അപ്പോഴാണ്. ഓക്കെ, പക്ഷേ ആ സമയത്ത് അത്രയും വലിയ ക്യാൻഡിൽ ട്രേഡ് ചെയ്യുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ മദർ ചാർട്ട് എന്ന് പറയാം, അതായത് നോർമൽ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിയിട്ടാണ് ആളുകൾ ഓപ്ഷൻ ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്യുന്നത്. ഞാൻ ട്രേഡ് ചെയ്യുന്നത് നേരെ തിരിച്ചിട്ടാണ്. ഞാൻ ബാങ്ക് നിഫ്റ്റിയുടെ മദർ ചാർട്ടിലേക്ക് നമുക്ക് നോക്കാറില്ല സാധാരണ ട്രേഡ് എൻട്രി ചെയ്യുമ്പോൾ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പം നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ 15 മിനിറ്റിന് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോമായി കഴിഞ്ഞിട്ടാണ് എല്ലാവരും മാർക്കറ്റിൽ എൻട്രി ചെയ്യുക. പക്ഷേ ആ സമയത്ത് ഓപ്ഷനിൽ ട്രേഡ് സ്റ്റാർട്ടായിട്ടുണ്ടാവില്ല, കാരണം ഓപ്ഷൻ ആൾക്കാർ ബൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവില്ല, കുറച്ച് ഡിലേ ഉണ്ടാവുമല്ലോ, എന്തായാലും ഡിലേ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചാർട്ടിനകത്ത് നമ്മൾ ട്രെൻഡ് ലൈനുകളോ സപ്പോർട്ട് റെസിസ്റ്റൻസുകളോ വരയ്ക്കണമെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷൻ ചാർട്ടിലാണ്. അല്ലാതെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരച്ചിട്ടോ അല്ലെങ്കിൽ അത് വരച്ചിട്ടോ കാര്യമില്ല. ഇവിടെ ഓപ്ഷനിൽ നമുക്ക് ആ ട്രേഡ് കറക്റ്റായിട്ട് കിട്ടിക്കൊള്ളുന്നില്ല. ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, ഞാൻ ലൈവായിട്ട് ചെയ്യുന്ന എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഓൾറൈറ്റ്, ഇനി നമ്മൾ ഏത് ടൈമിൽ നോക്കിയിട്ട് ഏത് ടൈം ഫ്രെയിം നോക്കിയിട്ടാണ് ഈ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഞാൻ ചെയ്യുന്ന ടൈം ഫ്രെയിം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 പേര് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അതിൽ 99.9% ആൾക്കാരും ചെയ്യും. കാരണം ഞാൻ ട്രേഡ് എടുക്കുന്നത് 5 സെക്കൻഡ് ടൈം ഫ്രെയിമിലാണ്, അതായത് ഓപ്ഷൻ സ്റ്റാർട്ടിനകത്ത് 5 സെക്കൻഡിൻ്റെ ടൈം ഫ്രെയിമിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓപ്ഷനിൽ 5 സെക്കൻഡ് ടൈം ഫ്രെയിമിൽ ഒരു പ്രത്യേകതയുണ്ട്, അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും ഭയങ്കര ചെറുതായിരിക്കും. അതൊരു സ്ട്രാറ്റജി. ഇപ്പോൾ ഈവൻ നിങ്ങളിപ്പോൾ ഒരു ഏറ്റവും കോമൺ ആയിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് സൂപ്പർ ട്രെൻഡ് എന്ന് പറഞ്ഞൊരു ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ. അത് എല്ലാവർക്കും ഒരുമാതിരി ട്രേഡ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം സൂപ്പർ ട്രെൻഡ് ഇൻഡിക്കേറ്റർ. ഓക്കെ, നിങ്ങൾ 9:15 തൊട്ടിട്ട് ഈ 5 സെക്കൻഡ് ടൈം ഫ്രെയിം ഇട്ടിട്ട് സൂപ്പർ ട്രെൻഡ് സ്ട്രാറ്റജി എങ്കിൽ, അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡോ അല്ലെങ്കിൽ 30 സെക്കൻഡോ ടൈം ഫ്രെയിമിൻ്റെ അകത്ത് സൂപ്പർ ട്രെൻഡ് എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ വെറുതെ അങ്ങ് ഇട്ടേക്കുക. അതിൻ്റെ അകത്ത് അത് പോയിട്ട് ചെയ്യേണ്ടത് അതായത് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ മദർ ചാർട്ടിലല്ല അത് ചെയ്യേണ്ടത്. അത് ചെയ്യേണ്ടത് ഓപ്ഷനിലാണ്. നമ്മൾ ഏത് സ്ട്രൈക്ക് പ്രൈസിലേക്കുള്ള ഓപ്ഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ഇപ്പോൾ കോളാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ചാർട്ടിൽ വേണം നിങ്ങളിത് പ്ലേസ് ചെയ്യാൻ. എന്നാലേ നമുക്ക് സ്റ്റോപ്പ് ലോസ് അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ നിഫ്റ്റിയിലുള്ള സ്റ്റോപ്പ് ലോസ് നമുക്ക് ഉടയ്ക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ ഓപ്ഷനിൽ ഏത് ഓപ്ഷൻ്റെ സ്ട്രൈക്ക് പ്രൈസ് ആണോ നമ്മൾ എടുത്തിരിക്കുന്നത് അതിൻ്റെ അകത്ത് പോയിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാൻ. ഇപ്പം ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞാണ് സൂപ്പർ ട്രെൻഡ്. പലർക്കും പല പല ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കും. സൂപ്പർ ട്രെൻഡ് അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ അതൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ സൂപ്പർ ട്രെൻഡ് നിങ്ങൾ ഇട്ട് നോക്കുക, 9:15 to 10:15 വരെ അത് വർക്ക് ചെയ്യും. ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും മാർക്കറ്റ്. ഒരു സാധാരണ ഇതിലൊരു ഡ്രോപ്പ് ഉണ്ടാവും, ഒരു അപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡ്രോപ്പ് ഉണ്ടാവും. ഇത് രണ്ടുമാണ് സംഭവിക്കുക.
അപ്പോൾ കോളിലോ പുട്ടിലോ സൂപ്പർ ട്രെൻഡ് ഇടുക, അതിൻ്റെ അകത്ത് ബൈ കാണിച്ചാൽ അത് ബൈ ചെയ്യുക. ഇപ്പോൾ കോളിലെ ഓപ്ഷനിലാണ് ബൈ വരുന്നതെങ്കിൽ കോൾ ബൈ ചെയ്യുക. അതിനൊരു സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും, അത് ഭയങ്കര ചെറുതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ 10 സെക്കൻഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നോർമലി ഒരു 12 രൂപയ്ക്കാണ് പ്രീമിയം, ഒരു 12-13 രൂപയ്ക്കാണ് സ്റ്റോപ്പ് ലോസ് കാണുള്ളൂ. 5 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് പിന്നെയും കുറയും. അപ്പോൾ ഏറ്റവും ചെറിയ സ്റ്റോപ്പ് ലോസിൽ ട്രേഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയാൽ മാത്രമാണ് നമുക്ക് ഓപ്ഷൻ ട്രേഡിങ് പ്രോഫിറ്റബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാതെ 30, 40, 50 ഒക്കെ വെച്ചിട്ട് ഇപ്പോൾ ഇപ്പം ഞാനൊക്കെ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കോൾസ് എടുക്കുമായിരുന്നു. ഇപ്പം ബ്രോക്കർമാരുടെയൊക്കെ കോൾ വരുമല്ലോ. അപ്പോൾ അവർ പറയും ബൈ ഇവിടെ നിന്ന് ചെയ്തോ, ഓക്കെ 60 പോയിന്റ് സ്റ്റോപ്പ് ലോസ്, അല്ലെങ്കിൽ 40 പോയിന്റ് സ്റ്റോപ്പ് ലോസ്, 100 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ടാർഗറ്റ് തരുന്നത് 20 പോയിന്റ് ആയിരിക്കും, സെക്കൻഡ് ടാർഗറ്റ് 30, ഇങ്ങനെയൊക്കെയാണ് ടാർഗറ്റ് തരിക. അപ്പോൾ ഒരു SL ഹിറ്റ് 100 പോയി കഴിഞ്ഞാൽ തന്നെ ബ്രോക്കറേജും കമ്മീഷനും എല്ലാം കൂടെ പോയി കഴിയുമ്പോൾ തന്നെ ഒരു 120 പോയിന്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചതിന് ഫലമായി. പിന്നെ നമുക്ക് ഒരു 30 പോയിന്റ് TP നമുക്ക് 4 കിട്ടിയാൽ പോരാ, കാരണം അവിടെയും ബ്രോക്കറേജ് എല്ലാം കൊടുക്കണം. അപ്പം 30 പോയിന്റ് TP അടിക്കുന്ന 5 or 6 ട്രേഡ് ചെയ്താലാണ് ലോസ് കവർ ആവുള്ളൂ. അത് കഴിഞ്ഞിട്ടേ നമുക്ക് പ്രോഫിറ്റ് ആവുള്ളൂ. പക്ഷേ ഈ 6 ഒരുമിച്ച് നമുക്ക് ഒരു സ്ട്രീക്കിൽ കിട്ടണ്ടേ, അതിനിടയ്ക്ക് പിന്നെ ഒരു ലോസ് വരും. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ജസ്റ്റ് മാർക്കറ്റിൽ ഇരിക്കുന്ന ആൾക്കാരല്ലേ, ജസ്റ്റ് പോയി നോക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യം 9:15 തൊട്ട്. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ 5 സെക്കൻഡ് 10 സെക്കൻഡ് ചാർട്ടെല്ലാം കിട്ടുന്നത് ഇപ്പോൾ ട്രേഡിങ്ങിൻ്റെ പ്രീമിയത്തിലേക്ക് കിട്ടത്തുള്ളൂ, അല്ലാതെ ചെറുതിലൊന്നും കിട്ടില്ല. പിന്നെ ഇപ്പോൾ നമ്മുടെ ട്രേഡിങ്ങിൻ്റെ ചാർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ലൈക്ക് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഫയേഴ്സിനുണ്ട്, പിന്നെ സെറോതൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഉപയോഗിക്കുന്ന ഫയേഴ്സിലാണ്, ഫയേഴ്സും ഗുഡ്വില്ലുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവരുടെ ട്രേഡിങ്ങിൻ്റെ ചാർട്ടിനകത്ത് നമുക്ക് 5 സെക്കൻഡെല്ലാം കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്ത് പോയിട്ട് ഇടാവുന്ന ഇൻഡിക്കേറ്റർ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ ഈ പറഞ്ഞ ഇൻഡിക്കേറ്റർ വെറുതെ സൂപ്പർ ട്രെൻഡ് ചെയ്ത് നോക്കിയാൽ മതി. അതിനുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു SL ഹിറ്റ് ആയാലും ഒരു 6 രൂപ 5 രൂപ പ്രീമിയൊക്കെ SL അടിക്കുകയുള്ളൂ. അത്ര SL വരേണ്ട ആവശ്യമുള്ളൂ. അത് അറ്റ് ദ മണി പോലും, അതായത് അറ്റ് ദ മണി ട്രേഡ് ചെയ്താൽ പോലും നമുക്ക് മാക്സിമം ഒരു 10 രൂപ 12 രൂപയൊക്കെയാണ് നമുക്ക് പ്രീമിയത്തിൽ സ്റ്റോപ്പ് ലോസ് വരുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഒരു ദിവസം ഞാൻ ട്രേഡ് ചെയ്യാതിരിക്കുമ്പോൾ ഞാൻ തീരുമാനിക്കണം, ഓക്കെ ഒരു 100 രൂപ നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കളയാൻ തയ്യാറാണ് എന്നും പറഞ്ഞ് ഞാൻ ഇരിക്കുമ്പോൾ ഈ 5 സെക്കൻഡ് വെറുതെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്ത് പോയാൽ പോലും 9:15 തൊട്ട് 10:15 വരെ ഞാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ പ്രോഫിറ്റിലായിരിക്കും. അതിൽ തിരിച്ചും മറിച്ചും ബൈയും സെല്ലും ഒക്കെ ചെയ്താലും നമ്മൾ അവസാനം പ്രോഫിറ്റ് തന്നെ പുറത്തിറങ്ങി. അപ്പോൾ ഏത് ടൈം ഫ്രെയിമാണ് ഞാൻ സൂപ്പർ ട്രെൻഡ് അല്ല ഉപയോഗിക്കുന്നത് കേട്ടോ, ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പോലെ പറഞ്ഞതാണ്. ഞാൻ ഉപയോഗിക്കുന്ന വേറെ ഇൻഡിക്കേറ്ററാണ്, അത് നമ്മൾ തന്നെ ട്രേഡിംഗ് വ്യൂവിൽ കുറച്ച് ട്രേഡ് അവൈലബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്ററാണ്. നമ്മൾ തന്നെ അതിൻ്റെ വാല്യൂസ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് നമ്മുടെ എങ്ങനെയാണോ നമുക്ക് ട്രേഡിംഗ് സ്റ്റൈൽ അതിനനുസരിച്ച് മാറ്റിയിരിക്കുന്നതാണ്. 5 സെക്കൻഡാണ് ഉപയോഗിക്കുന്നത് ട്രേഡ് ചെയ്യാനായിട്ട്. അത് മോർണിംഗ് 9:15 to 10:15 വരെ 5 സെക്കൻഡ് ഉപയോഗിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ 5 സെക്കൻഡ് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആവും. അപ്പോൾ ഈ പറഞ്ഞ ടൈം ഫ്രെയിം ഉപയോഗിക്കാൻ ഒരിക്കലും പറ്റില്ല. കുറച്ചുകൂടി വലിയ ടൈം ഫ്രെയിമിൽ പോയി നോക്കും, പുൾ ബാക്ക് കണ്ടീഷൻസ്, അതിനുശേഷം സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ നോക്കിയാണ് ചെയ്യാൻ. പക്ഷേ 9:50 to 10:15 എന്ന് പറഞ്ഞ സമയത്തിൻ്റെ അകത്ത് നമ്മൾ ഒരിക്കലും മാർക്കറ്റിൽ നിന്നും പേടിച്ച് മാറി നിൽക്കാനേ പാടില്ല. ആ സമയത്ത് ട്രേഡ് ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന സമയം അതാണ്. കാരണം ആ സമയത്ത് നിങ്ങളെടുത്ത് നോക്കിക്കോ, അറ്റ് ദ മണിയിൽ ഒന്നുകിൽ കോളോ അല്ലെങ്കിൽ പുട്ടോ മിനിമം 100 പോയിന്റ് ആ സമയത്ത് ഒരു മൂവ്മെന്റ് ഉറപ്പായിട്ട് തരും കാലത്തെ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം. അത് ഈവൻ മാർക്കറ്റ് ഓപ്പൺ ആയി ഇപ്പോൾ ഗ്യാപ്പ് ഡൗണോ ഗ്യാപ്പ് അപ്പോ എന്തായാലും വേണ്ടില്ല, മാർക്കറ്റ് ആ സമയത്ത് നമ്മൾ പോയി നോക്കുമ്പോൾ പുട്ടിൽ ബൈ വന്നാൽ ബൈ അങ്ങ് ചെയ്തേക്കാം, കോളിലാണ് ബൈ വരുന്നതെങ്കിൽ കോളിലങ്ങ് ചെയ്തേക്കാം. കൂടുതൽ ആലോചിക്കാൻ സമയമില്ല അവിടെ, കാരണം പെട്ടെന്നായിരിക്കും മൂവ്മെന്റ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളിപ്പം നിഫ്റ്റി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു കാരണവശാലും 9:50 to 10 അല്ലെങ്കിൽ 10:15 വരെയുള്ള ഫസ്റ്റ് 1 hour ഒരു കാരണവശാലും ഒഴിവാക്കി കളയരുത്. അത് ട്രേഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കാലത്തെ 1 hour മാത്രമേ വർക്ക് ചെയ്യേണ്ടി വരുള്ളൂ. പിന്നെ അതിനുശേഷം കൺസൾട്ടേഷൻ പോയി പിന്നെ ട്രെൻഡ് ലൈൻ വരച്ചു, സപ്പോർട്ട് വരച്ചു, ഇതൊന്നും ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ നോക്കുക ഇതെങ്ങനെയാണ്. ഡെയിലി ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പം എൻഡ് ഓഫ് ദി ഡേ ആകുമ്പോൾ ഞാൻ ഡെയിലി പോസ്റ്റ് ചെയ്യാം. എന്തുകൊണ്ടാണ് ട്രേഡ് എടുത്തിരിക്കുന്നത്, 5 സെക്കൻഡിൽ എന്ത് കണ്ടീഷനിലാണ് സെൽ എടുത്തിരിക്കുന്നത്, എന്ത് കണ്ടീഷനിലാണ് ബൈ എടുത്തിരിക്കുന്നത്, ഞാൻ പോസ്റ്റ് ചെയ്ത് തുടങ്ങും. അപ്പോൾ കുറച്ച് ദിവസം നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പ്രീമിയം എടുത്തിട്ട് ഞാൻ ആ ഇൻഡിക്കേറ്റർ ഞാൻ കാണിച്ചു തരാം. അത് ആ ടൈം ഫ്രെയിമിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അതായത് 5 സെക്കൻഡ് ടൈം ഫ്രെയിമിൽ മാത്രം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഇൻഡിക്കേറ്ററിൻ്റെ ടൈമും അതിൻ്റെ വാല്യൂസ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആ ഇൻഡിക്കേറ്റർ ഏതാണെന്നും അതിൻ്റെ അത് വാല്യൂസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ വരുത്തിയിട്ടിരിക്കുന്നതെന്നുള്ളതെല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ 2-3 ദിവസം വാച്ച് ചെയ്യാം, ശരിയാവുമെന്ന് അറിയാമല്ലോ, എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാമല്ലോ. അപ്പം അത് ഒരു കണ്ടീഷനാണ്, എന്ത് ടൈം ഫ്രെയിമിലാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം പിന്നെ എന്താ പറയുക, ട്രേഡ് ചെയ്യുന്ന ആൾക്കാരോട് നമ്മൾ പോയിട്ട് 5 സെക്കൻഡിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കളിയാക്കും. അവർ എല്ലാവരും ട്രഡീഷണലായിട്ട് പറയും 15 മിനിറ്റ് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ, എൻഗോൾഫിംഗ് പാറ്റേൺ, ഡോജി, ഷൂട്ടിംഗ് സ്റ്റാർ, അങ്ങനെ എന്തൊക്കെയോ കുറേ പേരുകളുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ട് ഇതാണ് ട്രഡീഷണലായിട്ട് എല്ലാവരും ഫോളോ ചെയ്യുന്ന രീതി. അങ്ങനെ എല്ലാവരും ഫോളോ ചെയ്യുന്ന രീതി ശരിയാണെങ്കിൽ ഈ പറഞ്ഞ ഫോളോ ചെയ്യുന്ന എല്ലാവരും പ്രോഫിറ്റിലായിരിക്കും. അതായത് 90% പേര്, ലോസിൽ പോകുന്ന 90% പേരിൽ ഒരു 70% പേരും പ്രോഫിറ്റിലായിരിക്കണം. പക്ഷെ അപ്പോൾ ട്രഡീഷണലായിട്ട് ഫോളോ ചെയ്യുന്ന രീതി ശരിയല്ല, അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ക്യാൻഡിൽ സ്റ്റിക്ക് ചിലപ്പോൾ ശരിയായിരിക്കും, പ്രോഫിറ്റ് ഉണ്ടാക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്.
ഏറ്റവും ഈസി ഞാൻ ഈ കണ്ടതിൽ ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഫസ്റ്റത്തെ 1 hourൽ ട്രേഡ് ചെയ്യാം. നിങ്ങൾ അത് വിട്ട് ബാക്കിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ SL വലുതാവാൻ തുടങ്ങും. അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, മാർക്കറ്റ് മൂവ്മെന്റ് ഉണ്ടാവില്ലല്ലോ. നിങ്ങൾക്ക് തന്നെ അറിയില്ല, കൺസൾട്ടേഷൻ പോയാൽ പിന്നെ ബൈയും പുട്ടും കോളൊക്കെ കണക്കാണ്. ഏത് എടുത്തിട്ടും കാര്യമൊന്നുമില്ല. ചുമ്മാ ടൈം ഡി കെ എന്നൊക്കെ പറഞ്ഞ് ഓരോ വലിയ വലിയ ടൈംസ് ഒക്കെ ഉണ്ട്, തീറ്റ ഡി കെ ഗാമ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാം കൂടെ ചുരണ്ടി കൊണ്ടങ്ങ് പോകും. അപ്പോൾ അവർക്കൊന്നും സമയം കൊടുക്കരുത്, ഇട കൊടുക്കരുത്. മാർക്കറ്റ് കാലത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുമ്പോൾ അതിനകത്തങ്ങ് കയറുക. 100 പോയിന്റ് വൺ സൈഡ് മൂവ്മെന്റ് ഉറപ്പാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു ഏതെങ്കിലും ഇൻഡിക്കേറ്റർ നിങ്ങൾ ഫോളോ ചെയ്താൽ വൺ സൈഡ് ബ്രേക്ക് വന്നാൽ ഈവൻ എന്താ ചെറിയ ട്രെൻഡ് ലൈനൊക്കെ ഉണ്ടാവും. വളരെ ചെറിയ ടൈം ഫ്രെയിമിൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്താൽ പോലും കാണും ഈ പറഞ്ഞ 50-60 പോയിന്റിന്റെ മൂവ്മെന്റ് എല്ലാ ദിവസവും ഉണ്ടാവും. ഈ മൂവ്മെന്റ് നിങ്ങൾ നോക്കിയാൽ മതി. 5 സെക്കൻഡ് ഞാൻ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഏറ്റവും ബോട്ടത്തിൽ നിന്ന് ട്രേഡ് കിട്ടുക. എനിക്ക് SL കയറി പോയി കഴിഞ്ഞാൽ ഒരു 10 പോയിന്റ് അല്ലെങ്കിൽ 5 പോയിന്റൊക്കെയാണ്, 5 രൂപ 10 രൂപയ്ക്കാണ് മാക്സിമം എനിക്ക് SL ഉണ്ടാകാറുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ട്രേഡ് ആണെങ്കിൽ എനിക്ക് 20 എണ്ണം വരെ എടുക്കാം. മനസ്സിലായി, 100 പോയിന്റ് SL വെച്ച് ചെയ്യണമെങ്കിൽ ഞാൻ തയ്യാറാണെങ്കിൽ 10 രൂപയുള്ള പ്രീമിയാണ് എനിക്ക് 10 ട്രേഡ് എടുക്കാമല്ലോ. മനസ്സിലായില്ല. അപ്പോൾ 10 എണ്ണം ലോസ് ആയാൽ മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ. പക്ഷേ കാലത്ത് ആ ഫാസ്റ്റ് മൂവ്മെന്റിൽ എന്തായാലും തന്നെ വൺ സൈഡ് മൂവ്മെന്റ് 100 ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ഈസി ആയിട്ട് അത് ബാക്ക് ചെയ്യാം. അറ്റ് ദ മണിയിൽ മൂവ് ചെയ്താൽ ഫാസ്റ്റ് ആയിട്ട് മൂവ്മെന്റ് നടക്കും. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അത് ഒരു കണ്ടീഷനാണ് നമുക്ക് ടൈം ഫ്രെയിം ചൂസ് ചെയ്യുന്നതിനും ഏത് ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ 5 സെക്കൻഡ് കേട്ടോ. ഇപ്പോൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കാനൊക്കെ ഏത് ടൈം ഫ്രെയിമിൽ ഉപയോഗിക്കാൻ കുഴപ്പമില്ല, അതുപോലെ ഇഷ്ടം. പക്ഷേ ട്രേഡ് എൻട്രി ചെയ്യണമെങ്കിൽ നമ്മൾ 5 സെക്കൻഡിൽ പോയി ചെയ്യണം. അപ്പോൾ സ്റ്റോപ്പ് ലോസ് തീരെ അങ്ങ് ചെറുതാവും. അതാണ് നമുക്ക് വേണ്ടത്. 5 രൂപ 10 രൂപയിൽ കൂടുതൽ, ഇപ്പോൾ 10 രൂപയൊക്കെ മാക്സിമം ആണ്. 10 രൂപ കൂടുതലൊക്കെ പ്രീമിയം ഉള്ള SL വെച്ചിട്ടുള്ള ട്രേഡുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ട്രേഡ് ചെയ്താലും പ്രോഫിറ്റ് ആവാൻ ഭയങ്കര പാടാണ്. കുറേ ട്രേഡ്സ് ചെയ്യണം. ഇത് ഞാൻ ട്രേഡ് ചെയ്യാനിരിക്കുന്ന സമയത്ത് ഞാൻ ഇന്ത്യൻ മാർക്കറ്റ് ത്രൂ ഔട്ട് ചെയ്യുന്നതാണ്, ഫോറക്സ് മാർക്കറ്റും ത്രൂ ഔട്ട് ചെയ്യുന്നത്, രണ്ടും ചെയ്യുന്നതാണ്. ഇന്ത്യൻ മാർക്കറ്റിന്റെ ഫസ്റ്റത്തെ 1 hour ഫുള്ള് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിർത്തും. പിന്നെ 11:30 ആകുമ്പോൾ ലണ്ടൻ മാർക്കറ്റ് ഓപ്പൺ ഫുൾ ഫോറക്സ് ആയി ചെയ്യാം. രാത്രി 2 മണി വരെ ചിലപ്പോൾ ഞാൻ ട്രേഡ് ചെയ്ത് നോക്കിക്കളയും. കാരണം രാത്രി US30 എന്ന് പറയുന്ന ഇൻഡിസസ് ഉണ്ട് ഫോറക്സിൻ്റെ അകത്ത്. ഹെവി മൂവാണ്. എല്ലാ ദിവസവും ബാഗ് ചെയ്യാറുണ്ട് ഞാൻ 2 മണി. വളരെ നല്ല രീതിയിൽ എനിക്ക് ബാഗ് ചെയ്യാം. സോ അതിനുവേണ്ടി മാക്സിമം വർക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഈ പറഞ്ഞ സ്ട്രാറ്റജി ഉണ്ട്, ഞാൻ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാം. അപ്പം ഈ പറഞ്ഞ ടൈം ഫ്രെയിം നിങ്ങൾ വെറുതെ ഒന്ന് വാച്ച് ചെയ്തോ. നിങ്ങൾ ബാക്കിലേക്ക് എത്ര ദിവസങ്ങളിൽ എടുത്ത് നോക്കിക്കോ. ഈ ദിവസങ്ങളെല്ലാം കാലത്ത് 9 to 10 മാർക്കറ്റിന്റെ മൂവ്മെന്റ്. ആ മൂവ്മെന്റിൽ ആ ഒരു ഒഴുക്കാണ്. അതിനകത്ത് കയറുക, നീന്തി പെട്ടെന്ന് കയറുക, പരിപാടി നിർത്തുക. 10 ചെയ്താൽ മതി, പിന്നെ ചെയ്യണ്ട. 10 ചെയ്ത് നമുക്കൊരു 100 പോയിന്റ് പ്രോഫിറ്റ് സുഖമായിട്ട് ബാഗ് ചെയ്യാൻ പറ്റും. ഈസിയാണ്. അത് എന്തായാലും മാർക്കറ്റ് മൂവ് ചെയ്യും, ഒരു ഡൗട്ടും വേണ്ട. ആ ബാഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. കാരണം ഒരു ദിവസം 100 പോയിന്റ് പ്രീമിയം പിടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ടാണ്. ഏറ്റവും ചെറിയ 15 ലോട്ടാണ്. ഏറ്റവും ചെറിയ 15 ലോട്ട് ഇട്ടാൽ സ്റ്റോപ്പ് ലോസ്, അതാണ് ഞാൻ ഈ പറഞ്ഞു. ഈ സ്ട്രാറ്റജിക്കകത്ത് സ്റ്റോപ്പ് ലോസ് 10 രൂപയ്ക്ക് കാണുള്ളൂ. 10 രൂപ 12 രൂപയ്ക്ക് സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ 150 രൂപ റിസ്കിൽ നമുക്ക് 1500 കിട്ടണം. അതായത് 1:10 കിട്ടണം ഒരു ട്രേഡിൽ. എന്നാലേ കാര്യമുള്ളൂ. ഇനിയിപ്പോട്ടെ 1:2 കിട്ടിയാലും നമുക്ക് കുഴപ്പമില്ല. മനസ്സിലായോ? അപ്പോൾ 1 lakh ഡെപ്പോസിറ്റ് ഉള്ള ആൾക്ക് അയാളുടെ സാധാരണ നമ്മളെന്താ പറയുക, 1 lakh ഡെപ്പോസിറ്റ് ഒരു ട്രേഡിന് 1% റിസ്ക് എന്നാ പറയാം. ഒരു ട്രേഡിന് 1% റിസ്ക് എന്ന് പറയും. അതായത് 1000 രൂപ വരെ നമുക്ക് റിസ്ക് ചെയ്യാം. അതായത് ഒരു 1 lakh അക്കൗണ്ടിലുള്ള ആൾക്ക് 1000 രൂപ വരെ ഒരു ദിവസം റിസ്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ 10 രൂപ SL ഉള്ള ഒരു ട്രേഡ് ആണെങ്കിൽ അയാൾക്ക് ഈസി ആയിട്ട് 4-5 ലോട്ട് പർച്ചേസ് ചെയ്യാം. അതായത് ക്വാണ്ടിറ്റി ഇപ്പം നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ 25, ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ 15 into 1000 വരെ പോലെ 10 പോയിന്റ് SL ഉള്ളൂ. അപ്പം സുഖമായിട്ട് 4-5 ലോട്ടായിട്ട് പർച്ചേസ് ചെയ്യും. ഈ 4-5 ലോട്ട് പർച്ചേസ് ചെയ്യാൻ 100 പോയിന്റിന് മൂവ്മെന്റ് കിട്ടും. നമുക്ക് ഉറപ്പാണ് അത് കിട്ടിയിരിക്കും. ആ മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം. പിന്നെ ആ കിട്ടുന്ന പ്രോഫിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ലോട്ട് കൂട്ടാനോ കാര്യങ്ങളോ ചെയ്യാം. ക്യാപിറ്റലിലേക്ക് പിന്നെ ഒരു നല്ല പ്രോഫിറ്റ് വന്ന് തുടങ്ങിയാൽ പിന്നെ അത് ഒരിക്കലും ക്യാപിറ്റലിൽ പോയി മുട്ടാൻ പാടില്ല. തിരിച്ച് ബ്രേക്കിങ്ങിലേക്ക് ഒരിക്കലും വരരുത്. അപ്പോൾ അതനുസരിച്ച് ലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്ത് പോകാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്ട്രാറ്റജി നാളെ എന്തായാലും അപ്ലോഡ് ചെയ്യാം. വിത്ത് എങ്ങനെയാണ് അത് എടുക്കുന്നത്, എൻട്രി എന്താണെന്നുള്ളതെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കുക. നോക്കിയിട്ട് ആ സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ജസ്റ്റ് വാച്ച് ചെയ്താൽ മതി. മൂവ്മെന്റ് ഉണ്ടോ നോക്കി, ഈ പറഞ്ഞ മൂവ്മെന്റ് ഉണ്ടോ നോക്കിയാൽ മതിയല്ലോ. എന്നിട്ട് ആ സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കാര്യങ്ങളെല്ലാം ഈ വീഡിയോയ്ക്ക് അത് കാണും. അപ്പം അതിനകത്ത് വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ, എനി ടൈം ഹെൽപ്പാണ്. ഇപ്പം കോഴ്സോ കാര്യങ്ങളൊന്നുമല്ല, ഇതൊരു സ്ട്രാറ്റജിയാണ്. ട്രേഡിങ് അറിയാത്ത ആൾക്കാരൊന്നും ഇതിനകത്തേക്ക് വിളിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. മെസ്സേജ് അയച്ചിട്ടും സമയം വെറുതെ കളയണ്ട. ട്രേഡിങ് പഠിപ്പിച്ചിട്ടുള്ള പണി എനിക്കില്ല. ഈ സ്ട്രാറ്റജി ഞാൻ പറഞ്ഞുതരാം. അതിന് പ്രത്യേകിച്ച് പൈസയൊന്നും ഇല്ലല്ലോ. അതൊരു വീഡിയോ ആക്കിയിട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നു. പിന്നെ ആകെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ട്രേഡിംഗ് വ്യൂവിൻ്റെ അകത്ത് മാത്രമേ ഞാൻ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റർ ഇടാൻ പറ്റത്തുള്ളൂ. മറ്റേ എന്താ പറയുക, സെറോദയോ അല്ലെങ്കിൽ അവരൊക്കെ തരുന്ന ഫ്രീ ആയിട്ട് തരുന്ന 5 സെക്കൻഡ് ക്യാൻഡിലിൻ്റെ അകത്ത് നമ്മുടെ ഇൻഡിക്കേറ്റർ കൊണ്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാം. അത് അതിനകത്ത് കയറത്തില്ല. ട്രേഡിംഗ് വ്യൂവിനകത്തുണ്ട്. ആ ഇൻഡിക്കേറ്റർ ഫ്രീ ആണ്. അപ്പോൾ ഇൻഡിക്കേറ്റർ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അപ്പോൾ നിങ്ങൾക്ക് അതിട്ടാൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? പക്ഷേ അതിന് ഈ ട്രേഡിംഗ് വ്യൂവിൻ്റെ 5 സെക്കൻഡ് വേണം. അതായത് പ്രീമിയത്തിന് മാത്രമേ ഉള്ളൂ. അതൊരു ചെറിയൊരു ഡ്രോബാക്ക് ആണ് നമ്മുടെ ഈ പരിപാടിക്കകത്ത്. പക്ഷേ നിങ്ങളൊരു പ്രൊഫഷണൽ ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രേഡിംഗ് വ്യൂവിൻ്റെ പ്രീമിയം എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം നമ്മുടെ ടൈം ഫ്രെയിം 5 സെക്കൻഡിലായി പോയി.
എൻട്രി എടുക്കുന്ന രീതി 5 സെക്കൻഡ് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം. അപ്പോൾ ഓക്കെ, ഞാനപ്പോൾ വീഡിയോ ഇടാം. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനോട് പറയുക, പിന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ട പോലെ ചെയ്യുക. അമർത്തുമോ അതായിരിക്കും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ, പ്രശ്നമല്ല. അമർത്തിയാൽ നിങ്ങൾക്ക് ഞാൻ അതുപോലെ വലിയ വീഡിയോ ഇടുമ്പോൾ കാണാം, ഇല്ലെങ്കിലും ഓക്കെ കാണാം, അത്ര തന്നെ. അപ്പോൾ അത് ചെയ്യുക, ഫ്രണ്ട്സിനോട് പറയുക. ഇങ്ങനൊരു സ്ട്രാറ്റജി ഒരുത്തൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു പൊട്ടാക്കിൻ്റെ എന്ന് പറയുന്നുണ്ട്, 5 സെക്കൻഡ് എന്നൊക്കെ പറയുന്നുണ്ടാ. അപ്പം നമുക്കത് നോക്കാം. എന്നിട്ട് പറ്റിയില്ലെങ്കിൽ അവൻ്റെ കമൻറ്റിൽ പോയി കുറേ ചീത്ത പറയാമല്ലോ. പറ്റിയ കമൻറ്റിൽ പോയിട്ട് ഒന്നും പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, ചീത്ത പറയാണ്ടിരുന്നാൽ മതി. പറ്റിയ പിന്നെ അതങ്ങ് ഉപയോഗിക്കുന്നത്, സംഭവം വർക്കൗട്ട് ആവാമെങ്കിൽ അത് ഉപയോഗിച്ച് കാശ് ഉണ്ടാക്കാൻ അങ്ങ് ഉണ്ടാക്കിക്കോ, എത്ര കാശ് ഉണ്ടാക്കാമല്ലോ. ഇനി ഉണ്ടായില്ലെങ്കിൽ നോക്കിയാൽ മതി, വാച്ച് ചെയ്യാമല്ലോ, നോക്കിയിരിക്കാൻ മതി. പോകുന്നതും വരുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, മാർക്കറ്റ് പോകുന്നതും വരുന്നതൊക്കെ കണ്ടുകൊണ്ടിരുന്ന് 10 കാലമാകുമ്പോൾ പോയിട്ട് അതെല്ലാ സാറുമാരും പറയുന്ന പോലെ ട്രെൻഡ് ലൈനും സപ്പോർട്ടൊക്കെ വരച്ച് അതിനകത്ത് മൊത്തം കിടന്നത് പെടാം, അത്ര തന്നെ. അപ്പോൾ ഓക്കെ, അപ്പം വീഡിയോ എടുത്തിട്ടേക്കാം, പ്രോപ്പറായിട്ട് വീഡിയോ എടുത്തിടാം. ഡൗട്ടുള്ളവർക്ക് ചോദിക്കാം. സ്ട്രാറ്റജിയിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, പ്രശ്നമില്ല. ഒന്നാമത് 2 ദിവസം വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സ്ട്രാറ്റജി എന്നുള്ളത്. നിങ്ങൾ വാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.